ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മന്തി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതായത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അതേ രുചിയോടെ തന്നെ നമുക്ക് വീട്ടിലും വളരെ ഈസി ആയിട്ട് തന്നെ മന്തി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് മന്തി ഉണ്ടാക്കാൻ ആവശ്യമായ മസാലയും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മസാല തയ്യാറാക്കിയതിന് ശേഷം വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് മട്ടൻ മന്തി തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ മട്ടനാണ് കേട്ടോ. ഇതിൽ ഒരു പീസ് തന്നെ ഒരു 1.25 കിലോളം വരുന്ന ഒരു മട്ടൻ്റെ ലെഗ് ഭാഗമാണ് കേട്ടോ. പിന്നെ വേറെ ഒരു 3 ചെറിയ പീസും കൂടിയും ഇതിൽ കൂടെ ഉണ്ട്. അങ്ങനെ 2 കിലോ മട്ടനാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. നമ്മൾ മന്തിയൊക്കെ തയ്യാറാക്കാനായിട്ട് മട്ടൻ വാങ്ങുമ്പോൾ ഇതുപോലെ ലെഗ് പീസ് നോക്കി വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 4 ടീസ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ മല്ലി പാനിലേക്ക് ഇട്ടെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യം ഗ്രാമ്പുമാണ്. അപ്പോൾ ഗ്രാമ്പും ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ടീസ്പൂൺ മല്ലിക്ക്, 1 ടീസ്പൂൺ ഗ്രാമ്പു, 1 ടീസ്പൂൺ ജീരകം, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചുക്ക്, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുഴുവൻ കുരുമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ കുരുമുളക് പൊടി വേറെ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 പട്ട, പിന്നെ 1 ടീസ്പൂണ് ഏലക്ക, പിന്നെ ഇത് ഉണക്ക നാരങ്ങയാണ്. നാരങ്ങ ഉണക്കിയത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇത് ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കിന കല്ലുകൊണ്ടൊന്ന് തട്ടി പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമൊന്നും വേണ്ട കേട്ടോ. ഒന്നില്ലെങ്കിൽ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിം മതി. നമുക്ക് പാന് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. പിന്നെ നമ്മളിത് പാകമായെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നമ്മളുടെ മല്ലിയൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടി തുടങ്ങും. അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒറ്റൊരു മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് പൊടിച്ചെടുക്കാം. ഇത് നമ്മൾ ഇങ്ങനെ കുറേ ആവശ്യത്തിന് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ മന്തി തയ്യാറാക്കുമ്പോൾ ഇടയ്ക്കെടുക്കാം. പിന്നെ ഒരുപാട് അളവിലിട്ട് പൊടിക്കണ്ട. കാരണം മസാല പൗഡറൊക്കെ ഇതുപോലെ കുറേ നാളേക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ അതിൻ്റെ ആ സ്മെല്ലും ഇതൊക്കെ പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ 3-4 തവണ ഉണ്ടാക്കാനുള്ള ഒരളവിൽ, അതായത് 1-1.5 മാസത്തിനൊക്കെ വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കി വെച്ചാൽ മതി. അതിനേക്കാളും കൂടുതൽ കാലയളവിൽ ഒരിക്കലും ഒരു മസാല പൗഡറും തയ്യാറാക്കി വെക്കരുത് കേട്ടോ. ഇനി നമ്മൾക്ക് തയ്യാറാക്കിയ മസാല പൗഡർ ഈ മട്ടനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് മട്ടൻ ഞാൻ ഇതേപോലെ കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് ആഴത്തിലൊന്നും വരഞ്ഞു കൊടുക്കുന്നില്ല. നമ്മളിപ്പോൾ ഫോർക്ക് കൊണ്ടൊക്കെ കുത്തിയിട്ട് മസാല പൗഡർ തേച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ മട്ടനിൽ ഫോർക്ക് കൊണ്ട് കുത്തിയാൽ തന്നെ അത്ര പെട്ടെന്നൊന്നും മസാല പിടിക്കില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഇനി വരഞ്ഞു കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയ മസാല പൗഡർ നമ്മൾ ഇതിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഈ സമയത്ത് നമ്മളിതിൽ മറ്റുള്ള മസാല പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചേക്കുന്ന ഈ മന്തിയുടെ മസാലയും അതേപോലെ തന്നെ ഉപ്പും മാത്രമാണ് ഈ സമയത്ത് നമ്മൾ മട്ടനിൽ ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒരു മസാലയും നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മസാല പൗഡറിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മസാല പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മട്ടൻ വേവുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 3 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക് വേവുന്ന സമയത്ത്. അത് ഏത് മീറ്റാണെങ്കിലും നമ്മൾ തൈര് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ചുരുങ്ങിയത് ഒരു 2 മണിക്കൂർ, ചുരുങ്ങിയ സമയമാണ് കേട്ടോ ഞാൻ 2 മണിക്കൂർ പറയുന്നത്. അതിനേക്കാളും കൂടുതൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഓവർനൈറ്റൊക്കെ നിങ്ങൾ ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഉപ്പും അതേപോലെ ഈ മസാലയൊക്കെ മട്ടനിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങളിത് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. നല്ലപോലെ കവർ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ വെക്കുന്നുള്ളൂ, കൂടുതൽ സമയം ഞാൻ വെക്കുന്നില്ല. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇത് പുറത്തെടുത്തിട്ട് ഞാനിപ്പോൾ ഇതൊരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ആദ്യം വേവിക്കുകയാണ് ചെയ്യുന്നത്.
ഇത് ഒരു 7.5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് കേട്ടോ. അപ്പോൾ വലിയൊരു പ്രഷർ കുക്കർ എടുത്താലാണ് ഇത് ലെഗ് പീസ് ആയതുകൊണ്ട് എന്നാലാണ് ഇത് കൊള്ളുള്ളൂ. അപ്പോൾ 7.5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ എടുത്തിട്ട് തന്നെ ഞാനൊന്ന് ചെറുതായിട്ട് കാലുഭാഗം ഒന്ന് മടക്കി വെക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും ഇത് കൊള്ളണുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രഷർ കുക്കറിലല്ല നിങ്ങൾ വേവിക്കണതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പാൻ എടുത്തിട്ട് വേവിക്കാം. അല്ല പ്രഷർ കുക്കറൊക്കെ ആണെങ്കിൽ ഒരു 7.5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറെങ്കിലും ചുരുങ്ങിയത് വേണം ഇത്ര ലെഗ് പീസ് നമ്മൾ ഇട്ട് കൊടുത്ത് വേവിക്കുമ്പോൾ. അപ്പോൾ ഇനി ഞാൻ ലെഗ് പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഞാനിപ്പോൾ ഇവിടെ ഒരു 5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 5 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് മുഴുവൻ മട്ടന് ഇതിൽ മുങ്ങിക്കെടുക്കുന്നില്ല കേട്ടോ. മട്ടൻ്റെ ഒരു 1/4 ഭാഗം മാത്രം മുങ്ങിക്കെടുക്കുന്നുള്ളൂ. ലെഗൊന്നും അങ്ങനെ അങ്ങോട്ട് മുങ്ങിക്കെടുക്കുന്നില്ല. എന്നിരുന്നാലും നമുക്ക് പ്രഷർ കുക്കറിലായതുകൊണ്ട് തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഇപ്പോൾ 5 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചാലും നമ്മൾ ഈ അധികമുള്ള വെള്ളമൊന്നും നമ്മൾ ഊറ്റി കളയില്ല കേട്ടോ. നമ്മൾ ചോറ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഈ വെള്ളത്തിലിട്ടിട്ട് തന്നെയാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും വെള്ളം അധികമാവില്ല കേട്ടോ. ഇനി നമ്മൾ മട്ടന് നല്ലപോലെ ഒന്ന് വേവാൻ വെക്കുക. അപ്പോൾ നിങ്ങളെടുക്കുന്ന മട്ടൻ്റെ ഒരു ഇതനുസരിച്ച് മട്ടൻ വെന്ത് കിട്ടും. എനിക്കിവിടെ ഒരു 6 വിസിലൊക്കെ വന്നപ്പോൾ തന്നെ മട്ടൻ ഏകദേശമൊക്കെ വെന്ത് കിട്ടിയേക്കണം കേട്ടോ. ഇനി നമ്മളിത് വേവിക്കാൻ വെക്കണേക്കാളും മുന്നേ നമ്മൾ മട്ടൻ്റെ സ്റ്റോക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും ഇതേപോലെ ക്യൂബായിട്ട്. അഥവാ നിങ്ങൾക്ക് മട്ടൻ്റെ സ്റ്റോക്ക് വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് വാങ്ങാൻ കിട്ടും. കാരണം ചിലപ്പോൾ മട്ടൻ്റെ സ്റ്റോക്ക് ചില ഷോപ്പിലൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ചിക്കൻ്റെ സ്റ്റോക്ക് ഒരുവിധം എല്ലാ സ്റ്റോറിലും നമുക്ക് കിട്ടും. അപ്പോൾ അഥവാ മട്ടൺ സ്റ്റോക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചിക്കൻ്റെ സ്റ്റോക്ക് വാങ്ങിയിട്ട് ഒരു 4 ക്യൂബ് അതിൽ പൊടിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് വിസിൽ വരുത്തുക. മട്ടൻ വേവണ സമയം കൊണ്ട് നമ്മൾ മന്തി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം സ്റ്റവിൽ വെക്കുക. അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന 2 സബോള ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ബട്ടറിന് പകരം വേണമെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേറെ നെയ്യോ ബട്ടറോ ഒന്നും ഞാൻ വേറെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ചേർത്ത് കൊടുക്കുന്ന ബട്ടറിൽ മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഇനി മന്തി തയ്യാറാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന 2 സബോള, ഇത് മീഡിയം സൈസ് സബോള ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. വലുതൊക്കെ ആണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് ആവശ്യം കുറച്ച് ചുക്ക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ചുക്ക് പൊടിയും കുരുമുളക് പൊടിയും ആവശ്യമുണ്ട്. നമ്മൾ ഇതിലേക്ക് പച്ചമുളക് അതേപോലെ തന്നെ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇവിടെ കുരുമുളക് പൊടിയും കുരുമുളകും മാത്രമാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സബോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ചുക്ക് നമ്മൾ മന്തി മസാലയിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്. ചുക്ക് ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മീഡിയം സൈസ് തക്കാളി നല്ലപോലെ മിക്സിയിൽ അടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ മട്ടൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. അതേപോലെ തന്നെ നമ്മളുടെ മട്ടൻ്റെ സ്റ്റോക്കിൽ ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് വഴന്ന് വരുന്ന സമയത്ത് ഞാനൊരു ഉണക്കനാരങ്ങയും കൂടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മിക്സിയിൽ അടിച്ച് വെച്ചേക്കുന്ന തക്കാളി ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളി അടിച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മളുടെ മട്ടന് അവിടെ വിസിലൊക്കെ പോയി നമ്മളുടെ മട്ടനും അവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് 10 മിനിറ്റ് ഇവിടെ ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സെല്ലാ റൈസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സെല്ലാ റൈസ് വെച്ചിട്ട് നിങ്ങൾ മന്തി തയ്യാറാക്കുക. ഇല്ല കിട്ടണില്ലെങ്കിൽ നിങ്ങൾ ബസുമതി റൈസ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇത് ലോങ് ബസുമതി റൈസാണ് ടിൽഡയുടെ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാനിത് 10 മിനിറ്റ് മാത്രം വെള്ളത്തിലിട്ട് വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെടുക്കുന്ന അരിയുടെ ഒരു ഇതനുസരിച്ച് നിങ്ങൾ അരമണിക്കൂർ ഒക്കെ വെള്ളത്തിലിട്ട് വെക്കുക. നിങ്ങളുടെ അരി ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. അപ്പോൾ ഞാനിവിടെ ഒരു 5 കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 5 കപ്പ് അരി ഞാൻ നല്ലപോലെ കഴുകിയതിന് ശേഷം കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ സബോളയും തക്കാളിയൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ഒരു പാനിൽ വെച്ചത് അതും റെഡി ആയിട്ടുണ്ടായിരിക്കും. നമ്മളുടെ മട്ടൻ കുക്കറിൽ വിസിലൊക്കെ പോയിട്ട് നമുക്ക് അതും റെഡിയായി കിട്ടും.
ഇനി നമ്മളുടെ മട്ടൺ നമുക്ക് റെഡിയായി ഒന്ന് നോക്കാം. അപ്പോൾ മട്ടൺ ഇവിടെ കുക്കറിൽ വിസിലൊക്കെ പോയി മട്ടൺ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ മട്ടൺ മാത്രം നമ്മൾക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളുടെ സബോളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ ഈ മട്ടന് ആദ്യം ഇട്ട് കൊടുക്കണം. മട്ടൺ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഞാൻ കുറച്ച് സാഫ്രോൺ വാട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് 1-2 ടേബിൾ സ്പൂണ് ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു നുള്ള് കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അത് നല്ലപോലെ അതിൽ കുതിർന്ന് കിട്ടും. അത് നമ്മൾക്ക് മട്ടൺ ചേർക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു 10 മിനിറ്റ് മുൻപ് നിങ്ങൾ ഇതേപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു കുങ്കുമപ്പൂവിൻ്റെ ആവശ്യമുള്ള എല്ലാവർക്കും അറിയാമല്ലോ, കുങ്കുമപ്പൂവ് നമ്മൾ അധികം ചേർക്കില്ല എന്നുള്ളത്. അപ്പോൾ ഒരു നുള്ളു ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കാണ് ഞാനിപ്പോൾ ഇവിടെ കുക്കറൊക്കെ തുറന്നിട്ട് നമ്മുടെ മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ മട്ടന് നല്ല ചൂടുണ്ടായിരിക്കും. നമ്മൾ കുക്കർ തുറന്ന ഉടനെ തന്നെയാണ്. അപ്പോൾ വലിയ പീസൊക്കെ ആകുമ്പോൾ നമുക്ക് ഇട്ടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചെറിയ പീസ് നമുക്ക് ഈസി ആയിട്ട് ഇട്ടെടുക്കുക. അപ്പോൾ വലിയ പീസ് അധികം മുറിയാതെ തന്നെ നമ്മൾ സൂക്ഷിച്ച് ഇതിലേക്ക് ഇട്ടെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മളുടെ മട്ടൻ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മട്ടൻ വെന്ത വെള്ളം നമ്മൾ അളന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടേക്കാണ് കേട്ടോ. ഇനി നമ്മൾ എത്ര വെള്ളം ഉണ്ടെന്ന് അളന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 5 കപ്പ് വെള്ളമാണ് നമ്മൾ മട്ടൻ വേവാനായിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു 5.5 കപ്പ് വെള്ളത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 5.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് അരി ഞാനിപ്പോൾ ഇവിടെ 5 കപ്പാണ് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചേക്കുന്നത്. നമുക്കപ്പോൾ മട്ടൻ വെന്ത വെള്ളം 5.5 കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 4.5 കപ്പ് വെള്ളം എക്സ്ട്രാ ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ 4.5 കപ്പ് ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അരി അളന്ന അതേ അളവിൽ തന്നെ വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ സാധാരണ പ്ലാസ്റ്റിക് ഗ്ലാസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ചൂടുവെള്ളം എടുക്കുമ്പോൾ സ്റ്റീൽ ഗ്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ. പക്ഷേ അളവൊക്കെ കറക്റ്റ് തന്നെയാണ്, രണ്ടിനും സെയിം അളവ് തന്നെയാണ്. അപ്പോൾ 2 ഗ്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ഇപ്പം നമുക്ക് മട്ടൻ വെന്ത വെള്ളവും അതേപോലെ തന്നെ സാധാരണ വെള്ളവും കൂടിയിട്ട് 10 കപ്പ് വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗ്രാമ്പും 3-4 എണ്ണം, അതേപോലെ തന്നെ ജീരകം ഒരു 1/4 ടീസ്പൂണ്, പട്ട 2 ചെറിയ കഷ്ണം, അതേപോലെ ഏലക്ക 4-5 എണ്ണം, അതേപോലെ തന്നെ ബേ ലീവ്സ് 2-3. ഇത്ര ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഇപ്പോൾ എനിക്കിവിടെ സ്റ്റവിന് ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റവൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റവ് ഓണാക്കിയതിന് ശേഷം വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് കഴുകി വെച്ചേക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ ഇത് മൂടി വെക്കരുത് കേട്ടോ. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങി നമുക്ക് മേലെയൊക്കെ ഒരു ബബിൾസ് പോലെ വന്ന് തുടങ്ങും. ആ സമയത്ത് വേണം നമുക്ക് ഫ്ലെയിം നല്ല പോലെ കുറയ്ക്കാനായിട്ട്. ഇനി നമ്മൾ ദമ്മിടുന്ന പോലെ എത്രയും ഫ്ലെയിം കുറയ്ക്കുന്നോ അത്രയും ഫ്ലെയിം കുറയ്ക്കണം. അപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ ഇവിടെ വറ്റി തുടങ്ങി മേലെയൊക്കെ ഒരു ബബിൾസ് പോലെ വന്നു. ആ സമയത്ത് നമുക്ക് ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ കനലോ അല്ലെങ്കിൽ ഞാനിവിടെ ചാർക്കോൾ കുറച്ച് കത്തിച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. എനിക്കിവിടെ കനലില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിലാക്കിയിട്ട് ഇതേപോലെ കനൽ നമ്മൾ ഇതിൻ്റെ മേലേക്ക് വെക്കുക. അപ്പോൾ കനലുള്ളവരാണെങ്കിൽ കൂടുതൽ നല്ലത്, ഇല്ലെങ്കിൽ ഇതേപോലെ ചാർക്കോൾ കത്തിച്ചിട്ട് നമ്മൾ ഉടനെ തന്നെ മൂടി വെക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നല്ല പോലെ കുറയ്ക്കണം. നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടുമ്പോൾ എത്രയും ഫ്ലെയിം കുറയ്ക്കുന്നോ അത്രയും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാനിവിടെ ഒരു ഫോയിൽ വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മേലെ നമ്മൾ പാനിൻ്റെ മൂടിയും കൂടി വെച്ചിട്ട് നമ്മൾ അടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊരു 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് റെഡി ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ കനൽ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ ആ സ്മോക്ക്ഡ് റൈസ് എന്നുള്ളൊരു ഫീല് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടും.
അപ്പോൾ നമ്മളുടെ 15 മിനിറ്റിന് ശേഷം ഞാൻ ഇതോടെ മൂടി തുറന്നേക്കാണ്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി മട്ടൻ മന്തി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നേക്കാളും കൂടുതൽ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തോന്നും. അത്ര ടേസ്റ്റും അത്ര ഈസിയുമാണ്. അപ്പോൾ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയിലൂടെ പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും